ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് കോളിഫ്ലവർ കൊണ്ട് നമുക്ക് എങ്ങനെ കോളിഫ്ലവർ പുലാവ് ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു കപ്പ് അരി എടുക്കണം കേട്ടോ. പിന്നെ ഏത് കപ്പിലാണ് അരി എടുത്തോ അതിൽ 3 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ച് കൊള്ളണം. ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. ചെറിയ ഉള്ളിയും കൂടെ 4-5 എണ്ണം ചേർത്തിട്ടുണ്ട്. 4 പച്ചമുളക്, ഒരു സവാള കൊത്തി അരിഞ്ഞത്, പിന്നെ ശകലം 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 കുരുമുളക്, പിന്നെ 2 ഗ്രാമ്പ്, 2 ഏലം, ഇത് നമ്മുടെ ബേ ലീവ്സ് 2 എണ്ണം, ഇത് പുതിന ശകലം, ഇത് നമ്മുടെ റമ്പയില ശകലം, മല്ലിയില, പിന്നെ ചെറിയ ഒരു കപ്പിൽ തൈര്, 4 സ്പൂൺ നെയ്യ് എടുക്കണം, 4 സ്പൂൺ എണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് കുക്കർ അടുപ്പിൽ വയ്ക്കാം. കുക്കർ അടുപ്പിൽ വെച്ച് 4 സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടായി. ഇനി നമുക്ക് ഈ മസാല കൂട്ടുകൾ ഓരോന്നും ഇത് ചേർക്കാം. പെരുംജീരകം, കുരുമുളക്, ഗ്രാമ്പ്, ഏലം ഇതെല്ലാം കൂടെ ചേർക്കാം. പിന്നീട് നമുക്ക് ബേ ലീവ്സ് ഇടാം, റമ്പയില ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഒരു സൈഡിലിടാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഈ ഉള്ളി ബ്രൗൺ കളറിലാകണം. ഇതിൽ ഞാനൊരു 3 സ്പൂൺ എണ്ണ കൂടെ ചേർത്തിട്ടുണ്ട്. റീഫൈൻഡ് ഓയിലാണ് ചേർത്തത്. 4 സ്പൂൺ നെയ്യും 3 സ്പൂൺ റീഫൈൻഡ് ഓയിലൂടെ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പച്ചമുളക് കൂടെ ഇട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. പകുതി കോളിഫ്ലവർ എടുത്ത് അത് നന്നായിട്ട് കഴുകി ഏതാണ്ട് ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതുകൂടെ നമുക്ക് ചേർക്കാം. കോളിഫ്ലവർ നന്നായിട്ട് കഴുകി ഇതിൽ കൂടെ ചേർത്തിട്ടുണ്ട്. അത് നല്ല വഴറ്റിയെടുത്ത് 3 കപ്പ് വെള്ളമാണ്. ഏത് കപ്പിലാണ് അരി എടുത്തോ അതിൽ 3 കപ്പ് തേങ്ങാപ്പാലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. പിന്നെ 1/2 കപ്പ് തൈരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വയ്ക്കണം. വെയിറ്റ് ഇടണം. 3 വിസിലാണ് പറയേണ്ടത്. 1 സ്പൂൺ നെയ്യ് ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിൽ ശകലം ഡ്രൈ ഗ്രേപ്സും കാഷ്യൂനട്ടും കൂടെ വറുത്തെടുത്ത് വയ്ക്കാം. 3 വിസിൽ വന്ന് ഓഫ് ചെയ്ത് ഇതാണ്ട് റൈസ് നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഗ്രേപ്സും കാഷ്യൂനട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് വിളമ്പാം. കണ്ടോ, നമ്മുടെ കോളിഫ്ലവർ പുലാവ് റെഡിയായി. ഇനി നമുക്ക് കഴിക്കാം. റൈത്തയും പപ്പടവും അച്ചാറും കൂട്ടി നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ. ഞാനും ഇന്ന് ഉണ്ടാക്കിയതുകൊണ്ട് ഒന്ന് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.